ജർമ്മനിയിലേക്ക് ഞാനെങ്ങനെ എത്തി? ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഞാനെങ്ങനെ എംപ്ലോയറെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബിലത്തെ ചാനലിലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പേര് സിജോ, എൻ്റെ ഒപ്പമുള്ളത് റോഷിനി. ഞങ്ങൾ രണ്ടുപേരോടെ ജർമ്മനിയിൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ജർമ്മനിയിലൂടെ എത്തിയ ടൈമിലോട്ടുള്ള കുറേ സംശയങ്ങളാണ് എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ നാട്ടിൽ വർക്ക് ചെയ്ത കൊളീഗ്സ് ആയാലും എങ്ങനെ ഇവിടെ എത്തി, അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ റിക്വയർമെൻറ്റ്സ്, അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണിത്. ഇത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ ഇതിൽ കറക്റ്റ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സംഭവങ്ങളായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 1, ജർമ്മനിയിലേക്ക് ഞാൻ എങ്ങനെ എത്തി? ഓക്കെ, ജർമ്മനി എന്ന ഒരു പ്രൊസീജിയർ എനിക്ക് കടക്കാനായിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലോളം എനിക്ക് നാട്ടിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവർക്കും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് 1 ഇയർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ അത്രയും ടൈം പീരീഡ് നിങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിന് വേറെ കുറുക്ക് വഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് നമ്പർ 1, ഗോയിത്തെ, അതായത് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, ജർമ്മൻ ഭാഷ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പഠിച്ച് അതിൻ്റെ B2 ലെവലെത്തി തന്നെ നിങ്ങൾ പാസ്സാവണം. ഓക്കെ, അപ്പോൾ B2 ലെവൽ പഠിക്കാനായിട്ട് ഏകദേശം ഒരു 8 മന്തോളം നിങ്ങളത് കണക്കാക്കിയിട്ട് വേണം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലെവൽസ് എന്ന് പറഞ്ഞാൽ A1 A2 B1 B2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ പഠിച്ച് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ 1, ലാംഗ്വേജ് ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഗോയിത്തെ ഉണ്ട്, ടെൽക്ക് ഉണ്ട്, OSD ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലീഗ ഉണ്ട്. അപ്പോൾ ഈ 4 വരുന്നത് ഒരു എക്സാമാണ്, ജർമ്മൻ്റെ എക്സാമാണ്. പക്ഷേ അതിൽ നിങ്ങൾ ഏത് എഴുതണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്പർ 2 ആയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ റിക്വയർമെൻറ്റ്സ്. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അതായത് ജർമ്മനിയിലേക്ക് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതുപോലെ തന്നെ റോഷിനി പഠിച്ചു കഴിഞ്ഞത് ഏതാ റോഷിനി? MGR യൂണിവേഴ്സിറ്റി. അപ്പോൾ MGR യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റോഷിനി കഴിഞ്ഞത് എൻ്റെ രാജീവ് ഗാന്ധി. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് BPT സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ്സ്. അതായത് ഒരു ബണ്ടിൽ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അതിൽ നിങ്ങളുടെ കോളേജിൻ്റെ ഹവേഴ്സ് ഉണ്ടാവും, ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, 4 ഇയർ മാർക്ക് ഷീറ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IDs. ഏതൊക്കെ IDs? അതായത് നമ്മുടെ IDസിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് പാസ്പോർട്ട്, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ 10th or 12th സർട്ടിഫിക്കറ്റ്, പിന്നെ നമുക്ക് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് വേണം. പിന്നെ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാനുള്ളത് നമുക്കൊരു രജിസ്ട്രേഷൻ വേണം. നമ്മളിപ്പോൾ ഫിസിയോ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് തെളിയിക്കാനായിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ. നമുക്ക് 2 രജിസ്ട്രേഷനാണുള്ളത്. ഒന്ന് IAP, പിന്നെ രണ്ടാമത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഓരോ രജിസ്ട്രേഷൻ. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നാണ്, അതുകൊണ്ടാണ് മലയാളം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ KAPC എന്നൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമാണ്. അതിൻ്റെ തന്നെ ഒരു ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം, സൈഡിൽ കൊടുക്കാം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്കവിടെ ആവശ്യമുണ്ടെന്ന്. അതാണ് 2ാമത്തെ സ്റ്റെപ്പ്. 1ാമത്തെ ലാംഗ്വേജ് ട്രെയിനിങ്, 2ാമത്തെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എന്താണ് റിക്വയർഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, 3ാമത് വരുന്നതാണ് എങ്ങനെ ഒരു ആർബൈറ്റർ ഗേബറെ കണ്ടുപിടിക്കാം, അതായത് ഒരു എംപ്ലോയറെ എങ്ങനെ കണ്ടുപിടിക്കാം. അതാണ് എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യുക. പക്ഷേ എല്ലാ ഏജൻസിയും ട്രസ്റ്റബിൾ അല്ലാത്ത കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ നമ്മളൊരു എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു അത്യാവശ്യമാണ്. നമ്മൾ ലാംഗ്വേജ് എഴുതി B2 സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതിനോടൊപ്പം ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുറേ പേപ്പർ വർക്ക് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പേപ്പർ വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴും അത് കറക്റ്റായത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് ഭാഷ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ലാംഗ്വേജ് നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം.
അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അത് വായിക്കാനായാലും അതിൽ സൈൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു ആർബൈറ്റർ ഗേബർ, അതായത് എങ്ങനെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാമെന്നാണ് നിങ്ങൾക്കൊരു ഡൗട്ട്. അത് ഓൺലൈനിൽ ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ട്, പക്ഷേ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുമ്പോൾ ആ എംപ്ലോയറായിട്ട് കുറച്ചും കൂടി കോണ്ടാക്റ്റിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വേണം നിങ്ങളുടെ വർക്കിംഗ് ടൈം എപ്പോഴാണ്, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോബ്, നിങ്ങൾ ഏതൊക്കെ സെക്ഷനിൽ വർക്ക് ചെയ്യണം, അതൊക്കെ കംപ്ലീറ്റ് സ്ട്രക്ചർ വരുന്നത് നമ്മുടെ എംപ്ലോയറെ കണ്ടുപിടിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാനെങ്ങനെ എംപ്ലോയറെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാനൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, എംപ്ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ഓൺലൈൻ വെരി ഡിഫിക്കൾട്ടാണ്. ഒരു ഏജൻസിയോ ഒരാളുടെ ഹെൽപ്പോ ജർമ്മനിയിലുള്ള ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം ജർമ്മനി കുറേ പേപ്പർ വർക്കിൻ്റെ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് നമ്മുടെ കഴിഞ്ഞു. ഈ നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വർക്ക് കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ജർമ്മനിയിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിസ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറേ പ്രൊസീജിയേഴ്സ് ചെയ്ത് തീർക്കാനുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എങ്ങനെ എത്തണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ കുറേ പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല. ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ലൈസൻസ് എക്സാം നമ്മൾ പാസ്സാവണം. ലൈസൻസ് എക്സാം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ലൈസൻസ് എക്സാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, എനിക്ക് എക്സാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു 8 മന്തിൻ്റെ ഒരു സംഭവമായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ലാംഗ്വേജ് നല്ല പഠിക്കുന്ന, നമ്മൾ നാട്ടിൽ പഠിച്ച ന്യൂറോ, ഓർത്തോ, കാർഡിയോ, ഗസറ്റ്സ്, അതായത് ലോസ് ഓഫ് ജർമ്മനി, അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു എക്സാം നമുക്കുണ്ടാവും. എൻ്റെ എക്സാം കമ്മിങ് വീക്കിലാണ് വരുന്നത്. അപ്പോൾ അതും നിങ്ങൾ പാസ്സാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്പർ 1 നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ്. നമ്പർ 2 നിങ്ങൾക്ക് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് റിക്വയർമെൻറ്റ്സ്. നമ്പർ 3 നിങ്ങളൊരു ആർബൈറ്റർ ഗേബറെ ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്പർ 4 നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഒരു ബിഗിനറായിട്ടുള്ളൊരാൾക്ക് എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ തയ്യാറാക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ നിങ്ങളാരും എന്താ പറയുക, ഒരുപാട് പെട്ടെന്ന് ചെയ്യുന്ന പ്രൊസീജിയറല്ല, സമയമെടുത്ത് സമാധാനമായിട്ട് വരേണ്ട ഒരു പ്രൊസീജിയറാണ്. ഇഷ്ടം പോലെ സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ക്ഷമയുണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.